നെക്സ്റ്റ് ഈസ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ചെയ്താലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഗ്രൂപ്പാക്കിയാലും, അതായത് ഇപ്പോൾ 4+2+3 എന്നുള്ളത് 4+2+3, അതായത് 4+2 6+3 9, തിരിച്ച് 4+2+3 എന്നുള്ളത് 4+5 that is equal to 9. അങ്ങനെയായാൽ അത് നമുക്ക് അഡീഷനെ നമുക്ക് ഒന്നും പറയാനില്ല. അഡീഷൻ എങ്ങനെ വേണമെങ്കിലും ഗ്രൂപ്പ് ചെയ്താലും സെയിം ആൻസറേ കിട്ടുള്ളൂ. അത് നമുക്ക് ഡെഫിനറ്റ് ആണ്. പക്ഷേ സബ്ട്രാക്ഷൻ അങ്ങനെ ആയിരിക്കുമോ? സബ്ട്രാക്ഷൻ ഒരിക്കലും അങ്ങനെ ആയിരിക്കില്ല. കാരണം വലിയ നമ്പേഴ്സിൻ്റെ ചെറിയ നമ്പേഴ്സിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് എന്തായാലും ഈ നമ്പേഴ്സിനെ തന്നെ നമുക്ക് ഒന്ന് ഇട്ട് നോക്കാം. 4 - 2 - 3. ആദ്യം 4 - 2 ചെയ്യാം. 2 - 3 that is -1. ഇതിനെ തന്നെ നമുക്ക് 4 - 2 - 3 എന്നുള്ളത് 4 - 2 - 3 ചെയ്ത് നോക്കാം. 4 minus of 1 that is equal to 5 is the answer. അപ്പോൾ ഒരിക്കലും സബ്ട്രാക്ഷൻ നമ്മൾ ചെറിയ നമ്പേഴ്സ്, നിങ്ങൾ ഒരു കുട്ടികളെ ഒന്നും കൂടെ ഓർക്കുക മക്കളെ, ചെറിയ നമ്പേഴ്സ് ഇട്ട് ഞാൻ തരുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. യൂട്യൂബ് ചാനൽ നിങ്ങൾ കാണുമ്പോൾ, പഠിക്കാൻ വേണ്ടി ഇത് കാണുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് ഇത് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ നമ്പേഴ്സ് ഇട്ട് ഗ്രൂപ്പ് ഇട്ട് തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവ് നമ്പേഴ്സൊക്കെ അറിയില്ലെങ്കിൽ വീണ്ടും ടീച്ചർ പറയുന്നു, അത് ഒന്ന് കമൻറ്റ് ചെയ്താൽ ഞാനത് വേറൊരു വീഡിയോ ആയിട്ട് ഇട്ട് തരാം. 4 - 2 - 3 എങ്ങനെയാണ് 2 - 3 ആയതെന്നൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. സോ 2 different answers. So associative property is not closed under subtraction. Next, multiplication. മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് നിങ്ങൾ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ ഇട്ടാലും ഒരു പ്രശ്നമില്ല. 4 × 2 × 5, 4 to the 8 × 5 40. എന്തായാലും ഇത് ക്ലോസ്ഡ് ആണ്. 4 × 2 × 5, 4 × 10 that is equal to 40. എന്തായാലും എങ്ങനെയൊക്കെ മറിച്ച് തിരിച്ചു വിട്ടാലും ഇത് ആൻസേഴ്സ് സെയിം ആയിരിക്കും. ഹോൾ നമ്പേഴ്സിൽ മൾട്ടിപ്ലിക്കേഷന് നമ്മുടെ ഏതാണ് ഹോൾ നമ്പേഴ്സ് എല്ലാം. അപ്പോൾ 0 കൂടി ഇട്ട് നോക്കാം നമുക്ക്. 0 × 5 × 10, 0 × 5 എത്രയാണ്? 0 × 10 that is equal to 0. 0 × 5 × 10, 0 × 15 that is equal to 0. അപ്പോൾ 0യും പ്രശ്നമില്ല. നമുക്ക് ഡിവിഷൻ നമുക്ക് നോക്കാം. ഡിവിഷൻ ഈസ് ഓൾ ഈസി. ഞാൻ എപ്പോഴും പറയുന്നു ഡിവിഷൻ നമുക്ക് വളരെ ഈസിയാണ്. നമുക്ക് നോക്കാം. ഹോൾ നമ്പേഴ്സിൽ 1/2, 5 divided by 5 divided by 10, 5 divided by 5 divided by 10. നമുക്ക് നോക്കാം. 5 divided by 5 divided by 10. നിങ്ങൾക്ക് ഡിവിഷൻ എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ് ഈ ബൈ ഇട്ട് ചെയ്യുന്നത്. 5/10 that is 5 × 10/5 that is equal to answer is 10. അവിടെ ഇരിക്കട്ടെ. അടുത്തത് ഗ്രൂപ്പ് ചെയ്യാം. 5 divided by 5 divided by 10. ഇത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യാം. 5 divided by 5 നമുക്ക് എന്ത് ചെയ്യാം? 5/5 divided by 10. 5/5 is 1. 1 divided by 10 that is 1 × 1/10 that is answer is 1/10. 2 different answers. So ചെറിയ നമ്പേഴ്സാണ്, നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാകാവുന്ന തരത്തിലാണ് ഇത് അസോസിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി തോന്നുന്നു. നിങ്ങൾക്കിത് ക്ലിയർ ആയിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനലൊന്ന് പുറകിലേക്ക്, വീഡിയോ ഒന്ന് പുറകിലേക്ക് എടുത്തിട്ട് വീണ്ടും ഒന്ന് നോക്കിയാൽ മതി. അതിനു വേണ്ടിയിട്ടാണ് ചെറിയ സിമ്പിൾ നമ്പേഴ്സ് ഞാൻ എടുത്തിരിക്കുന്നത് ഡിവിഷന്. സോ 2 different answers. സോ ഇറ്റ് ഈസ് നോട്ട് അസോസിയേറ്റിവിറ്റി. ഹോൾ നമ്പേഴ്സിൽ ഡിവിഷനിൽ യൂസ്ഡ് അല്ല. അടുത്തത് അസോസിയേറ്റിവിറ്റി ഇൻഡിജേഴ്സിൽ. ഇൻഡിജേഴ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ എപ്പോഴും ഓരോ പാർട്ട് തുടങ്ങുമ്പോഴും ഞാൻ നിങ്ങൾക്കത് മനസ്സിലിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇൻഡിജേഴ്സ് എന്ന് പറയുമ്പോൾ 0, 1, 2, 3 etc.
-1, -2, -3, etc. ഇൻഡിജേഴ്സ്. അപ്പോൾ അതെപ്പോഴും മനസ്സിലുണ്ടാവണം, എന്നാലും നമുക്കിത് പറയുമ്പോൾ ക്ലിയറായി. പിന്നെ ഒരു സംശയത്തിൻ്റെ ഒരു കാര്യമില്ല. ഇൻഡിജേഴ്സിൽ അഡീഷൻ എന്തായിരിക്കും? അഡീഷൻ അസോസിയേറ്റിവിറ്റി എങ്ങനെയാണെന്ന് നോക്കാം. അസോസിയേറ്റിവിറ്റി എന്താണെന്നും ഉണ്ടായിരിക്കണം. ഇൻഡിജേഴ്സിൽ എന്തായിരിക്കണം? ബാക്കിയുള്ളതൊക്കെ നമ്മൾ കേട്ട് പരിചയമുള്ളതാണ്. പക്ഷേ ഈ അസോസിയേറ്റിവിറ്റി ഇൻഡിജേഴ്സൊക്കെ നമ്മൾ അതിൻ്റെ പ്ലാനിങ് ഒക്കെ വേറെ വേറെ തരത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിനാണ് ഇൻഡിജേഴ്സ് എഴുതുന്നത്, അഡീഷൻ എഴുതുന്നത്. വാട്ട് ഈസ് അസോസിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പിംഗ്, വേറെ വേറെ ഗ്രൂപ്പ് ചെയ്ത് കിട്ടുമ്പോഴും ആൻസർ സെയിം ആയിരിക്കുക. അപ്പോൾ നമുക്ക് ഇൻഡിജേഴ്സിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്കതിൽ നെഗറ്റീവ് നമ്പേഴ്സും എടുക്കണം, പോസിറ്റീവ് നമ്പേഴ്സും എടുക്കണം. അപ്പോൾ നമുക്ക് അഡീഷൻ നോക്കാം. -3 + 3 + 5. ചെറിയ നമ്പേഴ്സ് എടുക്കുമ്പോൾ വലിയ വലിയ നമ്പേഴ്സ് എടുക്കുന്നില്ല, ഗ്രൂപ്പ് ചെയ്യാം. -3 + 3 is 0 + 5, that is equal to 5. Again group ചെയ്യാം. -3 + 3 + 5, that is -3 + 8, that is equal to 5. സെയിം ആൻസർ ആണ് അല്ലേ? നെഗറ്റീവ് നമ്പറും പോസിറ്റീവ് നമുക്ക് വേണമെങ്കിൽ ഒരു 0 ഇട്ടൊക്കെ വേണമെങ്കിൽ നോക്കാം. 0 ഇട്ട് വേണമെങ്കിൽ നോക്കാം. ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുന്നത് 0 വേണമെങ്കിൽ ആവശ്യമില്ല. അഡീഷൻ നമുക്ക് എല്ലാത്തിനും അസോസിയേറ്റ് ആണ്. എങ്കിലും നിങ്ങൾക്കൊരു സംശയം ഉണ്ടെങ്കിൽ നമുക്കൊന്ന് നോക്കാം. 0 + 10 + 20, ഇത് ഗ്രൂപ്പ് ചെയ്യാം. 10 + 20, that is equal to 30. 0 + 10 + 20 ഗ്രൂപ്പ് ചെയ്യാം. 0 + 30, that is equal to 30. അപ്പോൾ അഡീഷനെ സംബന്ധിച്ച് നമുക്ക് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടില്ല. അടുത്തത് സബ്ട്രാക്ഷൻ. ചെറിയ നമ്പേഴ്സ് എടുക്കാം. സബ്ട്രാക്ഷൻ -3 -2 -1. മൈനസ് ഓഫ് -1 കൂടുതൽ നെഗറ്റീവ് നമ്പേഴ്സ് എടുത്ത് നോക്കാം. -1 നമുക്ക് സബ്ട്രാക്ഷൻ ആണ്. സോ നമുക്ക് ഇത് ഗ്രൂപ്പ് ചെയ്യാം. ആദ്യത്തെ കോയിലത്തെ രണ്ടെണ്ണം ഗ്രൂപ്പ് ചെയ്യാം. അപ്പോൾ -3 -2 -1, that is 2 + 1, that is equal to 3, that is equal to -3 - 3, -3 - 3, that is -6. മനസ്സിലായില്ലെങ്കിൽ കമൻറ്റ് ചെയ്യൂ, പറഞ്ഞു തരാം. 1 ഇതിൻ്റെ ഗ്രൂപ്പ് ചെയ്യാണ്. ഗ്രൂപ്പ് മാറ്റിയിടാൻ പോകണം. -3 -2 -1. ഇതെല്ലാം എഴുതാം ക്വസ്റ്റ്യൻ. -3 -2 -1. ഇത് രണ്ടും കൂടെ ഗ്രൂപ്പ് ചെയ്യാം. അപ്പോൾ -3 -2 എന്ന് പറഞ്ഞാൽ +-2, that is -5 -1, that is answer is -4. Two different answers. Multiplication നോക്കാം. നമുക്ക് ഏതെങ്കിലും ചെറിയ നമ്പേഴ്സ് എടുക്കാം. നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ. -3 × 1 × -5, ഇത് രണ്ടും ഗ്രൂപ്പ് ചെയ്യാം. സോ -3 × -5, that is 15. ഇത് തിരിച്ച് ഗ്രൂപ്പ് ചെയ്യാം. -3 × 1 × -5, ഇത് രണ്ടും ഗ്രൂപ്പ് ചെയ്യാം. സോ -3 × -5, that is equal to, നമുക്ക് മിക്കവാറും ഞാൻ പലതരത്തിൽ 2 നെഗറ്റീവ് ഇട്ടു, ഒരു പോസിറ്റീവ് ഇട്ടൊക്കെയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഒരേ ആൻസർ കിട്ടി. അല്ലെങ്കിലും അഡീഷനും മൾട്ടിപ്ലിക്കേഷനും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. രണ്ടും അസോസിയേറ്റീവിൻ്റെ ഇൻഡിജേഴ്സിന് ക്ലോസ്ഡാണ്. അടുത്തത് ഡിവിഷൻ. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ഡിവിഷൻ. എങ്ങനെയാണെന്ന് നോക്കാം. ഡിവിഷൻ എന്തായാലും നിങ്ങൾക്കറിയാം ഡിവിഷൻ എന്തായിരിക്കുമെന്നല്ലേ. നമുക്ക് നോക്കാം ഡിവിഷൻ. -5 divided by 3 divided by -10, ഇത് രണ്ടും ഗ്രൂപ്പ് ചെയ്യാം. അപ്പോൾ -5 divided by 3 divided by -10, 3 by -10. -5 divided by 3 divided by -10, that is -5 × 10 by 3.
സോ നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്തായാലും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ 50/3 നമുക്ക് ആൻസർ വേണമെങ്കിൽ കണ്ടുപിടിക്കാം. 50/3 ആൻസർ നമ്മുടെ കയ്യിൽ ഇരുന്നോട്ടെ, അതാണ് നല്ലത്, നിങ്ങൾക്കും നല്ലത്. 1 3s are 3, 20, 6 3s are 18, 20, 16.6. 16.6 is the answer. ഗ്രൂപ്പ് മാറ്റാം. -5 divided by 3 divided by -10. ഗ്രൂപ്പ് മാറ്റാം. -5/3 divided by -10. That is -5/3 into -1/10. അപ്പോൾ എന്ത് വരും? Negative into negative gives positive, so 5/30. 5/30 ആൻസർ നോക്കാം നമുക്ക്. 5 divided by 30 നമുക്കറിയാലോ എത്രയാണ്? 6. 1/6 is the answer. So 16.6ഉം 1/6ഉം 1/6 എത്രയാണ് നമുക്ക് നോക്കാം. .16. ടു ഡിഫറെൻ്റ് ആൻസർ, ഒന്ന് 16.66ഉം ഒന്ന് 0.16ഉം. സോ ടു ഡിഫറെൻ്റ് ആൻസേഴ്സ്. ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ആൻസേഴ്സ് അപ്പോൾ ക്ലോസ് കിട്ടുന്നത് ഏതിനൊക്കെയാണ്? AM, അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. ആക്ച്വലി വീണ്ടും ഞാൻ പറയുകയാണ്, in the form P/Q, Q not equal to 0 is known as a rational number. നമ്മുടെ rational numbers എങ്ങനെയൊക്കെയാണ് വിവിധ പ്രോപ്പർട്ടീസ് ഒക്കെ വരുന്നതെന്ന് നോക്കാം. അസോസിയേറ്റീവ് പ്രോപ്പർട്ടീസിനകത്ത് എങ്ങനെയാണ് വരുന്നത് നോക്കാം. അസോസിയേറ്റീവ് റാഷണൽ നമ്പേഴ്സിന് അഡീഷൻ നോക്കാം. അഡീഷൻ 2/3 + 5/7 + 11/3 നോക്കാം. എങ്ങനെയാണ് ചെയ്യുന്നത്? ആദ്യം ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇത് നമുക്ക് നേരിട്ട് തന്നെ നമുക്ക് എന്ത് എഴുതാം? നമുക്ക് ഇത് ആക്ച്വലി എഡീഷൻ എപ്പോഴും എങ്ങനെ ഇട്ടാലും, ഈവൻ ഹോൾ നമ്പേഴ്സ് ഇട്ടാലും ഇൻഡിജേഴ്സ് ഇട്ടാലും റാഷണൽ നമ്പേഴ്സ് ഒക്കെ ഇട്ടാലും ഇതിൻ്റെ സെയിം ആൻസേഴ്സ് ആയിരിക്കും. ദിസ് വിൽ ബി ഈക്വൽ ടു 2/3 + 5/7 + 11/3. നമുക്കിതിൻ്റെ ആൻസർ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. ദിസ് ഇസ് ഓൾറെഡി വി നോ ദാറ്റ് അഡീഷൻ ഈസ് closed under associative of rational numbers. Next, subtraction. Subtraction നമുക്ക് എന്ത് പറയാം? നമുക്ക് നെഗറ്റീവ് നമ്പേഴ്സ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. എന്നാലും ഞാൻ വെറുതെ സബ്ട്രാക്ഷൻ ആയത് കാരണം നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാൻ വേണ്ടി സെയിം ക്വസ്റ്റ്യൻ തന്നെ നമുക്കൊന്ന് വേണ്ടി ചെയ്ത് നോക്കാം. 2/3 - 5/7 - 11/3. ഇത് രണ്ടും ഗ്രൂപ്പ് ചെയ്യാം. 2/3 മൈനസ് ഇത് 21 ആണ് ഇതിൻ്റെ LCM. 5 3s are 15 minus 7 11s are 77. 15 77 minus 15 എത്രയാണ്? 2 6. 2/3 minus of 62/21 because 15 minus 77 is -62. Again 21 into 3 is the LCM. 21 into 3 7 3s are 21 ആണ്. അപ്പോൾ നമുക്ക് നോക്കാം 21ഉം 3യുടെയും LCM എന്താണെന്ന് നോക്കാം. 7 3s are 21. ഇങ്ങനെ കിടക്കട്ടെ. അപ്പോൾ 21 into 7 3s are 21 is the LCM. സോറി, ഇങ്ങനെ കിടന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. 21 into 3 LCM കിടന്നാലും അത് തെറ്റല്ല. എന്നാലും അത് ഞാൻ പിന്നീട് ഒരു ക്ലാസ്സിൽ പറഞ്ഞുതരാം. അത് തെറ്റല്ല എന്നുള്ളതിന് ഞാൻ വേറൊരു ദിവസം പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് 21 തന്നെ ഇടാം. 7 times പോകും. 7 3s are 14. 21 1 time പോകും. 62. That is equal to 76/21. അടുത്തത് നമുക്ക് ഗ്രൂപ്പ് ആക്കാം. ഇവിടെ ഇങ്ങോട്ട് മാറ്റി എഴുതുകയാണ്, താഴേക്കല്ല. 2/3 minus 5/7 minus 11/3. ഇത് രണ്ട് ഗ്രൂപ്പ് ആക്കാം. 21 14 minus 15 minus 11/3 negative 1/21
minus 11 by 3. 21 is the LCM. Negative 1, 7. Negative 77. That is negative 78 by 21. Negative 7. Different answer on 76 by 21. Negative 78 by 21 on a different answer. So this is not, subtraction is not associated, it's not closed under associative property rational numbers under. I meant two different answers. One is 76 by 21 and next is negative 78 by 21. Next is multiplication. Multiplication നമുക്ക് എഴുതേണ്ട കാര്യമേ ഇല്ല. കാരണം എന്താ, അഡീഷനെ പോലെ തന്നെ മൾട്ടിപ്ലിക്കേഷനും എന്താണ്, ഈസ് ക്ലോസ്ഡ് അണ്ടർ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. മൾട്ടിപ്ലിക്കേഷൻ നല്ലൊരു ചെറിയൊരു എക്സാമ്പിൾ എടുക്കാം. 3 by 7 into 5 by 2 into 11 by 9. ഇത് രണ്ടും കൂടെ ഗ്രൂപ്പ് ചെയ്യാം. നമുക്ക് എന്ത് കിട്ടും? 3 by 7 into 55 by 18. 6 3s are 18. So 55 by 42. അടുത്തത് ഗ്രൂപ്പ് ചെയ്യാം. The first one, the group here, 3 by 7 into 5 by 2 into 11 by 9. ഇത് രണ്ടും കൂടെ ഗ്രൂപ്പ് ചെയ്തു. 15 by 14 into 11 by 9. 3 3s are 9, 5 3s are 15. So 55 by 4 3s are 12, 42. 55 by 42 സെയിം ആൻസറാണ്. മൾട്ടിപ്ലിക്കേഷൻ വരെയും എപ്പോഴും എല്ലാത്തിനും ക്ലോസ്ഡ് ആണ്, എല്ലാത്തിനും ക്ലോസ്ഡ് ആണ്. ഈവൻ ഇഫ് ഇറ്റ് ഈസ് എ റാഷണൽ നമ്പർ, ഹോൾ നമ്പർ, ഇൻഡിജേഴ്സ്, എനിത്തിങ്, എല്ലാത്തിലും AM. അത് നമ്മളെപ്പോഴും മനസ്സിൽ വിചാരിക്കുക AM. അടുത്തത് എന്തിനാണ്? ഡിവിഷൻ. നമുക്ക് ഏറ്റവും എളുപ്പമുള്ള ഡിവിഷൻ. 7 by 9 divided by 8 by 3 divided by 5 by 2. 5 by 2. ഇത് രണ്ടും ഗ്രൂപ്പ് ചെയ്തു. 7 by 9 divided by 8 by 3 into 2 by 5. 7 by 9 divided by 16 by 15. 7 by 9 into 15 by 16. 3 3s are 9, 5 3s are 15. So 35 by 48. Next, 7 by 9 divided by 8 by 3 divided by 5 by 2. Group here. 7 by 9 into 3 by 8 divided by 5 by 2. 3 3s are 9. So 7 by 8 3s are 24 into 2 by 5. 12. That is 7 by 16. 35 by 48 is not equal to 7 by 60.